ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ക്യാപിറ്റൽ മാളിൻ്റെ വീഡിയോ അവിടെ എത്തുമ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ക്യാപിറ്റൽ മാളിൽ എത്തിയതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ക്യാപിറ്റൽ മാളും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം. നമ്മൾ ക്യാപിറ്റൽ മാളിന് മുമ്പിൽ എത്തുമ്പോൾ തന്നെ ക്രിസ്മസ് പൂപ്പൻ്റെ ഒക്കെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് പൂപ്പൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ മാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂരുകാർക്ക് എല്ലാം അറിയായിരിക്കും. കാരണം കണ്ണൂരിലെ ആദ്യത്തെ മാള് എന്തുകൊണ്ടും വിശേഷിപ്പിക്കാവുന്ന ഒരു ആദ്യത്തെ മാൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി മാളുകളൊക്കെ ഇപ്പോൾ സെക്യൂറ മാളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ക്യാപിറ്റൽ മാളാണ് നമ്മൾ ഫസ്റ്റ് കണ്ണൂരിൽ എല്ലാവരും വന്നിട്ട് ആ ഒരു മാളിൻ്റെ രീതിയിൽ കാണുന്നത് ക്യാപിറ്റൽ മാളാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാൾ എസ്കലേറ്ററിലൊക്കെ കയറി മുകളിൽ വന്നു. എസ്കലേറ്റർ കയറാൻ വേണ്ടി നിലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് കയറണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാളിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് നമ്മൾ ക്യാപിറ്റൽ മാളിൽ വരാൻ കാരണം നിലൂസിൻ്റെ മുടിയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ മാളിൽ വന്നത് തന്നെ. പിന്നെ അതുകൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് മുടി മുറിക്കുന്നത് നാച്ചുറൽസിലാണ്. നാച്ചുറൽസിൽ കുറച്ച് മോഡലൊക്കെ മുടി മുറിക്കുന്നുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ കഴിയില്ല. കാരണം ഇവിടെയുള്ളതൊന്നും കുറച്ച് പുറത്തുള്ള ഹെയർ കട്ടേഴ്സൊക്കെയാണ്. അപ്പോൾ അവർ നല്ല കുറച്ച് മോഡലൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട് അവിടെ പോയത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മണിക്ക് എത്തി. 9 മണിക്കാണ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഉള്ളിലെത്തി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഓൾറെഡി ബുക്കിംഗ് ആണ്. 9 മണി വരെയുള്ള ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരിക ചെയ്തത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിലൂസിൻ്റെ മുടി മുറിച്ചിട്ടുമില്ല. എനിക്ക് എക്സിബിഷനൊക്കെ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പോയിട്ടാകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ആദ്യം തന്നെ മുടി മുറിക്കുന്നവർക്ക് ഇറങ്ങി. പിന്നെ ജസ്റ്റ് പുറത്ത് ഒന്ന് കാണാമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോ ഷോപ്പുകളിലെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അവിടെ വലിയൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതുപോലെ തന്നെ ടോയ്സ് ഉണ്ട്. അതുപോലെ ഗ്രീൻസിൻ്റെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഇതിൻ്റെ താഴത്തെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയുണ്ട്. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് നിലൂസിനൊരു ഡ്രസ്സ് നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ട്രെൻഡ്സ് ഉണ്ട്. ട്രെൻഡ്സിൻ്റെ ഇപ്പം ജൂനിയറും എന്ന് പറഞ്ഞിട്ടും ട്രെൻഡ്സ് വുമൺ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലൂസിനൊരു ഡ്രസ്സൊക്കെ നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഫോണോ ഇതൊക്കെ പിടിച്ചിട്ട് പോകുമ്പോൾ തന്നെ ട്രെൻഡ്സിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സാധനം വാങ്ങാൻ വന്നൊന്നുമല്ല. അപ്പോൾ നമ്മളാദ്യം തന്നെ ഡ്രസ്സൊക്കെ നോക്കി. ഇഷ്ടപ്പെട്ട 1-2 ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പക്ഷേ എന്തായാലും അത്ര വലിയൊരു കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ട്രെൻഡ്സിൻ്റെ യഥാർത്ഥത്തിൽ ട്രെൻഡ്സിൻ്റെത് നമ്മളെ കവിത തിയേറ്ററിൻ്റെ മുമ്പിൽ ട്രെൻഡ്സിൻ്റെ തന്നെ ഒരു മാളുണ്ട്. ട്രെൻഡ്സിൻ്റെ മാള്. അതിൽ പിന്നെയും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അവിടെ ഓരോ സെക്ഷനിൽ കുട്ടികളുടെ ഒന്ന്, വുമൻസിൻ്റെ ഒന്ന്, ജെൻസിൻ്റെ ഒന്ന്, അങ്ങനെ ഓരോ സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ തന്നെയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ, അത്ര വലിയൊരു ഏരിയ ഒന്നുമില്ല. ചെറിയ കുട്ടികൾ പോലെ കുറച്ച് വലിയ കുട്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം നമുക്ക് കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് ഡ്രസ്സ്, നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നിലൂസിന് നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 ഡ്രസ്സ് നമ്മൾ നോക്കി. പക്ഷേ നിലൂസ് അത്ര കളിച്ചിട്ട് നിലൂസിനോട് ഈ ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ നിലൂസ് വെറുതെ ഓരോ ഡ്രസ്സ് പിടിച്ച് വലിക്കുക എന്നല്ലാണ്ട് ഒന്നും ഇടാൻ വേണ്ടി തയ്യാറാകുന്നേ ഇല്ല. നമ്മൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. അവിടെയുള്ള കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവരും വന്നിട്ട് ഓൾ ഇടാൻ പറയുമ്പോൾ ഓൾ ഇതേപോലെ ഫോണെല്ലാം വിളിച്ചിട്ട് വലിയ ആളെ മാതിരി മാമനെല്ലാം വിളിച്ചിട്ട് മാമ ഡ്രസ്സ് ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് ഒരു ഡ്രസ്സ് വിട്ടു നോക്കാനൊന്നും വിടുന്നില്ല. നമ്മൾ കുറേ ശ്രമിച്ചു നോക്കി. നിലൂസ് ഒന്നും വിടുന്നില്ല. പിന്നെ ആടുന്ന് ഇത് ഇട്ട് നോക്കുമെന്ന് പറയുമ്പോൾ ആടെ പോയിട്ട് ഒളിച്ച് നിൽക്കുക. അങ്ങനെയൊക്കെ കളിച്ചിട്ട് കുറേ സമയം കളഞ്ഞ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ വന്നിട്ട് ഈ ഡ്രസ്സ് നോക്കുന്നതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കൽ പരിപാടി ഉപേക്ഷിച്ച് അവിടെ നിന്ന് മെല്ലെ താഴത്തേക്ക് ഇറങ്ങി നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല. അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ നിലൂസിന് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ അൽബൈക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറി പൊറോട്ടയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ വേറെ കാര്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ മുടി മുറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് പോയത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്. ഒരു ബായ് പറഞ്ഞേ.